അന്ന് മുതൽ ആദ്യമായിട്ട് തന്നെ ഈ പ്രദേശത്ത് ചൗരയത്തും അതുപോലെ തന്നെ മറ്റു പ്രചാരണങ്ങളും തിരഞ്ഞെടുപ്പ് പര്യടനം തുടങ്ങിയത് നമ്മുടെ പാർട്ടിയാണ്. കഴിഞ്ഞ 33 വർഷമായിട്ട് ഈ പഞ്ചായത്ത് ആകുന്ന സമയത്ത് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് CPM ആണ്. വളരെയേറെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ട് പോലും മുസ്ലിം ലീഗിനോ ഒരു മെമ്പർ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇവിടെ ഇപ്പോൾ മത്സരം നടക്കുന്നത്. തീർച്ചയായും ഒരു ത്രികോണ മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ശക്തമായൊരു മത്സരം എന്ന് തന്നെ പറയാം. കാരണം ഒരു 1ാം റൗണ്ട് പര്യടനം പൂർത്തിയായി നിൽക്കുമ്പോൾ തീർച്ചയായും വളരെ ആത്മവിശ്വാസത്തിലാണ് നമ്മൾ ഉള്ളത്. ജനങ്ങളിൽ നിന്നുണ്ടായ അനുഭവം അതാണ്. മാറാട് ഈ തീരദേശത്തേക്കും അതുപോലെ തന്നെ മാത്തോട്ടം കനാൽ പ്രദേശത്തേക്കും പോയി നോക്കിയപ്പോൾ വീടുകളിലേക്ക് നല്ലൊരു വഴി പോലില്ലാത്തൊരു സാഹചര്യങ്ങളെ കാണുന്നത്. അവരുടെ നിലവിൽ വിജയിച്ചിരുന്ന വാർഡ് മെമ്പർമാരെ കുറിച്ചും പഞ്ചായത്ത് അധികാരികളെ കുറിച്ചും വളരെയേറെ പരാതികളാണ് നമ്മൾ മുമ്പിൽ അവർ വെച്ചിട്ടുള്ളത്. തീർച്ചയായും ഒന്നോക്കൊരു മാറ്റം, അതല്ലെങ്കിൽ വോട്ട് ബഹിഷ്കരിക്കുക എന്ന രീതിയിലേക്കാണ് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടത്. അവരിൽ നിന്നും ഒരുപാട് പ്രയാസങ്ങളും വേദനകളും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് അവർക്ക് വേണ്ടി നൽകേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങളോടൊപ്പം ഉണ്ടാവും ഒരു ഇടനിലക്കാരനായി എന്നുള്ള വാക്കും, അതോടൊപ്പം തന്നെ അത് ബൈ ചാൻസ് ഒരു പരാജയമാണ് ഇവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചൊരു സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഞാനും എൻ്റെ പാർട്ടിയും ഉണ്ടാകുമെന്ന് അവർക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. പാർട്ടിയെയും സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും ജനങ്ങളുടെ ഇടയിലേക്ക് ആദ്യം തന്നെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഈ പ്രദേശത്ത് നിന്ന് നോക്കിയാൽ ഏതൊരു ചുവരിൻ്റെ നോക്കിക്കഴിഞ്ഞാലും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, അതല്ലെങ്കിൽ SDPI, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ പേരായ കളരിക്കൽ സജീർ, ചിഹ്നം TV എന്ന രീതിയിൽ ഏത് ചുവരത്തിൽ നോക്കിയാലും കാണാൻ സാധിക്കുന്നതാണ്. കാരണം വെച്ചാൽ പ്രത്യേകിച്ചും ഇവിടെ ജനങ്ങളെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു. കാരണം ചുവരത്തിന് വളരെയേറെ സഹായം അവരെ ലഭിച്ചിരുന്നു. കാരണം പല വീട്ടുകാരും ഇങ്ങോട്ട് വന്ന് ബന്ധപ്പെടുകയായിരുന്നു, ഞങ്ങളെ ചുമരിന് മുകളിൽ എഴുതണം. കാരണം വെച്ചാൽ മറ്റുള്ള മുന്നണികൾ വന്ന് ചുവര് ചോദിച്ച് എഴുതുക എന്നത് പോലും അത്രക്കും വെറുപ്പാണ് ഇവിടെ കാണപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് ഈ രീതിയിൽ തന്നെ തുടർന്നു പോകാൻ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും. തുടക്കത്തിൽ നമ്മൾ ഇവിടെ കാണപ്പെട്ടിരുന്നത് നമ്മളൊരു ഇപ്പോഴത്തെ പ്രചാരണത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എന്നാണ്. എങ്കിൽ നേരെ മറിച്ചാണ്. മുസ്ലിങ്ങൾക്കായിട്ട് ഒരു പടി മുന്നിൽ ഹിന്ദു സഹോദരി സഹോദരന്മാരാണ് വളരെ ശക്തമായി പിന്തുണയും നമുക്ക് വേണ്ടിയുള്ള രംഗത്തും പ്രാർത്ഥനയുമായി നമ്മോടൊപ്പം ഉള്ളത്. എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ TV അടയാളത്തിൽ കളരിക്കൽ സജീർ എന്ന എനിക്ക് വോട്ട് രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ 53ാം ഡിവിഷനായി മാത്തോട്ടത്തിൽ നിന്ന് വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.